നമുക്ക് മാർച്ച് മന്ത്ലി പ്ലാനർ ചെയ്താലോ? ഇതിപ്പോ നല്ല ചൂടുകാലമാണ്, പക്ഷെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊരു മഴ പെയ്തട്ടോ. അപ്പൊ ഈ മാർച്ച് നല്ല ചൂടുകാലവുമാണ്, അതുപോലെ നോമ്പുകാലവുമാണ്. അപ്പൊ എല്ലാവരുടെയും വീട്ടിലും ഈ സമ്മറിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫ്രൂട്ട് ആയിരിക്കും അല്ലേ ഈ വാട്ടർ മെലൺ. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഈ വാട്ടർ മെലൺ കൊണ്ട് തന്നെ നമുക്ക് മാർച്ചിലെ ജേണൽ സ്പ്രെഡിന്റെ ഫസ്റ്റ് പേജ്, കവർ പേജ് ചെയ്യാമെന്ന്. അപ്പൊ ഞാൻ ആദ്യം ബ്ലാക്ക് ജെൽ പെന്ന് വെച്ചിട്ട് ഫുൾ ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തണ്ണീർ മത്തന് ഈ കളറൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാൻ അതിന്റെ തോട് ഭാഗത്ത് ആദ്യം ഡാർക്ക് ഗ്രീന് കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഗ്രീന് കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വൈറ്റ് പോർഷൻ അങ്ങനെ നിലനിർത്തിക്കൊണ്ടിട്ട് തന്നെ റെഡ് അതിന്റെ ആ ഫ്രൂട്ടിന്റെ ആ ഭാഗത്ത് കൊടുത്തു കേട്ടോ. ഡോംസിന്റെ ബ്രഷ് പെൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കളർ ഫില്ല് ചെയ്തത്. ഡോംസിന്റെ റെഡ് ബ്രഷ് പെൻ വെച്ചിട്ട് ഉള്ളിൽ പെയിന്റ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു വാട്ടർമെലന്റെ ഉൾഭാഗത്ത് ഞാൻ ഡോംസിന്റെ റെഡ് ബ്രഷ് പെൻ വെച്ച് കളർ ചെയ്തതിന് ശേഷം ഫുള്ള് കളർ ചെയ്യാതെ അതിന്റെ തന്നെ ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് കുറച്ച് ഭാഗം ബ്ലെൻഡ് ചെയ്ത് കൂടി ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. പിന്നെ മൊത്തം നമ്മളിത് കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ഉള്ളിലെ സീഡ്സും കൂടിയിട്ട് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ പെന്റോണിക്കിന്റെ ജെൽ പെൻ തന്നെയാണ് ട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സെയിം വാട്ടർമെലൺ കളർ തീം തന്നെ ആ മാർച്ച് എഴുതിയേക്കണ അതിന്റെ ഉള്ളിലും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജേണൽസ് പല ടൈപ്പ് ഉണ്ട്. ബുള്ളറ്റ് ജേർണലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ആർട്ട് ജേർണലിംഗ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. അപ്പൊ നമ്മുടെ പേർപ്പസ് അനുസരിച്ചിട്ടുള്ള ജേർണലിംഗ് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഞാനിപ്പോ എന്റെ ലൈഫ് കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്തു തുടങ്ങുന്നത്. ഞാൻ ഈ ജനുവരി മുതൽ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഈ മാർച്ച് മുതൽ ഞാൻ അത് കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇനി എല്ലാ മാസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്യുന്നത്, മന്ത്ലി സ്പ്രെഡ്. ഓൾറെഡി ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്, ബുള്ളറ്റ് ജേർണലിംഗ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് പേജ് ഫുള്ള് ഫില്ലായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് പേജിൽ ഞാൻ കലണ്ടർ ആണ് കൊടുക്കുന്നത്, മാർച്ച് കലണ്ടർ. ഈ കലണ്ടറിന് അവിടെ എഴുതുന്നുണ്ട്, അത് ഞാൻ ഈ ബ്ലാക്ക് ജെൽ പെന്ന് വെച്ചിട്ട് തന്നെ ഫേക്ക് കാലിഗ്രഫി പോലെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കലണ്ടറിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഞാൻ ഡേയ്സ് ടു റിമെമ്പറും കൂടി കൊടുക്കുന്നുണ്ട്. പ്രധാന ദിവസങ്ങളൊന്നും മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഈ കലണ്ടറിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യണമെങ്കിലൊക്കെ നോട്ട് ചെയ്തിട്ട് വെക്കാം. പിന്നെ സൈഡിലും ഡേയ്സ് ടു റിമെമ്പറിലും നോട്ട് ചെയ്യാം. അപ്പൊ അടുത്തത് തേർഡ് പേജിൽ ഞാൻ മന്ത്ലി ഗോൾസ് ആണ് എഴുതുന്നത്. അതായത് ഈ മാസം എനിക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോള്, അത് ഷോർട്ട് ടേം ഗോൾ ആയിരിക്കണം. മന്ത്ലി ഗോൾസ് അതാണ് എഴുതുന്നത്. ഒരുപാടൊന്നും എഴുതണ്ട, നമുക്ക് ആ ബുള്ളറ്റ് ആയിട്ട് ഇട്ടിട്ട് എഴുതുക. പിന്നെ താഴെ കുറച്ച് നോട്ട്സ് എന്തെങ്കിലും എഴുതണമെങ്കിൽ അതിനു വേണ്ടി നോട്ട്സ് എന്നുള്ളതും കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ജെൽ പെന്നും ഗ്രീൻ ജെൽ പെന്നും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫേക്ക് കാലിഗ്രഫി പോലെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതിന്റെ അടുത്ത പേജില്, 4ാമത്തെ പേജില് മൂഡ് ട്രാക്കർ ആണ് കൊടുക്കുന്നത്. ഈ മാസം കഴിയുമ്പോ അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മുടെ ഒരു മാസത്തെ മൂഡ് എങ്ങനെയായിരുന്നു ഉള്ളതെന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് മൂഡ് ഞാൻ ട്രാക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഇത് ഫുള്ളും റെഡ് വെച്ചിട്ട് തന്നെ നിറക്കണം എന്നാണ് എന്റെ ആഗ്രഹം. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ ഹാബിറ്റ് ട്രാക്കർ ആണ്. അപ്പൊ ഞാൻ ഈ ഒരു രീതിയിലാണ് ഹാബിറ്റ് ട്രാക്കർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ജേർണലാണ് ഞാൻ. അപ്പൊ ജേർണൽ എല്ലാ ദിവസവും ചെയ്യുന്നതിനനുസരിച്ച് ഓരോ കോളംസ് ഞാൻ അവിടെ ഷെയ്ഡ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അടുത്തത് ഞാൻ വെള്ളം കുടിക്കുന്നത് കുറവായതുകൊണ്ട് വാട്ടർ ട്രാക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വിറ്റമിൻസ് കഴിക്കാൻ മറന്നു പോണോണ്ട് അതും വെച്ചിട്ടുണ്ട്. പിന്നെ കറക്റ്റ് ആയിട്ടൊരു 5 AM റുട്ടീൻ ഇനി ഫോളോ ചെയ്യണം എന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. 1-2 കൂടി സെറ്റ് ചെയ്യാനും ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഹാബിറ്റ് ട്രാക്കർ വരുന്നത്. അപ്പൊ ഈ മൂഡ് ട്രാക്കറും ഹാബിറ്റ് ട്രാക്കറും ഞാൻ ആ മാർച്ച് എഴുതിയേക്കണ പോലെ തന്നെ ഫ്രണ്ട് കവറിൽ നമ്മൾ എഴുതിയില്ലേ മാർച്ച്, അതുപോലെ തന്നെയാണ്
ചെയ്തിരിക്കുന്നത് കേട്ടോ, എഴുതിയിരിക്കുന്നതൊക്കെ. പിന്നെ അടുത്ത പേജിൽ വരുന്നത് ടു ഡു ലിസ്റ്റ്. ഇത് ടു ഡു ലിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഓരോ ടാസ്കുകൾ എന്ന് വേണേൽ പറയാം. അപ്പൊ വീക്ക് 1 ടാസ്ക് ആണ് ഞാൻ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് എന്തായാലും 1-2 ടാസ്ക് ഒക്കെ കൊടുക്കുക, ഒരുപാട് കൊടുക്കരുത്. അപ്പൊ നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ ബുള്ളറ്റ് കൊടുത്തിരിക്കുന്നത് ഈ തണ്ണിമത്തന്റെ കുരു പോലെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണ അനുസരിച്ചിട്ട് നമ്മള് ടിക്ക് ചെയ്ത് പോവുക ബുള്ളറ്റ്. ഞാനിപ്പോ ഒരു ഹൗസ് വൈഫ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു രീതിയിലുള്ള ടാസ്കുകളായിരിക്കും അതില് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ചെയ്യണതനുസരിച്ചിട്ടോ അങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് പോലെ കൊടുക്കാം. പിന്നെ അടുത്ത പേജിൽ ഞാൻ മീൽ പ്ലാൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതും നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ടൈം ടേബിൾ പോലെയോ അല്ലെങ്കിൽ എക്സാം ടൈം ടേബിൾ പോലെയൊക്കെ സ്റ്റഡി പ്ലാനൊക്കെ ആ രീതിയിൽ കൊടുക്കാം. അതുപോലെ ഇപ്പൊ ഞാൻ ഫസ്റ്റ് വീക്കില് ആണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഈ സ്പ്രെഡ്. ഇതേപോലെ നമ്മൾ സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്, ഫോർത്ത് വീക്കും കൂടി ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റും കൂടി എഴുതി കൊടുക്കാം. ഞാനിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് വേറൊരു സെപ്പറേറ്റ് ആയിട്ട് വേറെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ഈ ഒരു സ്പ്രെഡിൽ കൊടുക്കുന്നില്ല, ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് പേജിൽ ഇതിപ്പോ ഫസ്റ്റ് വീക്ക് ആയതുപോലെ തന്നെ ലാസ്റ്റ് ഈ ഫോർത്ത് വീക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റും കൂടി കൊടുക്കാം.